എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 87, 88 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 87ാമത്തെ ശ്ലോകത്തിൽ ഉപജാതിവൃത്തവും 88ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്രവൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും യുദ്ധത്തിൻ്റെ ശൗര്യവും ശക്തിയുമൊക്കെ തന്നെയാണ് വർണ്ണിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം 87ാമത്തെ ശ്ലോകം ചൊല്ലാം. നിർജഗ്മുഷസ്തസ്യ പുരോ മുരാരേഃ ദൃഷ്ട്വാ മഹച്ഛത്രമൃഗാങ്കബിംബം പ്രവൃദ്ധഘോഷോ യദു സൈന്യസിന്ധുർവ്യലംഘയത് ഭൂമിഭൃതോ വിപക്ഷാൻ. ആദ്യം പദച്ഛേദം പറയാം. നിർജഗ്മുഷ തസ്യ പുരഃ മുരാരേഃ ദൃഷ്ട്വാ മഹച്ഛത്രമൃഗാങ്കബിംബം പ്രവൃദ്ധഘോഷ യദു സൈന്യസിന്ധു വ്യലംഘയത് ഭൂമിഭൃത വിപക്ഷാൻ. ഇവിടെയും ഒരേപോലെയുള്ള പദപ്രയോഗങ്ങളെ കൊണ്ട് 2 അർത്ഥം ദ്യോതിപ്പിക്കുന്നുണ്ട് ശ്ലേഷാലങ്കാരം കൊണ്ടൊക്കെ. ഇവിടെ പറയാണ് നിർജഗ്മുഷ തസ്യ മുരാരേഃ പുരഃ. നിർജഗ്മുഷ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനായിട്ട് തുനിഞ്ഞിറങ്ങിയവനായ, അതായത് യുദ്ധം ചെയ്തിട്ടേ ഇനി അടങ്ങൂ, മഗധയിലെ ഭടന്മാരെയും രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ടേ ഇനി തിരിച്ചു വരുള്ളൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ടവനായ നിർജഗ്മുഷ തസ്യ മുരാരേഃ, ആ മുരാരിയുടെ, മുരൻ എന്ന് പറഞ്ഞ അസുരൻ്റെ ശത്രുവായിട്ടുള്ള ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ മഹാവിഷ്ണു, ഇവിടെ ശ്രീകൃഷ്ണൻ തന്നെയാണ് അർത്ഥം എടുക്കുന്നത്. ആ ശ്രീകൃഷ്ണൻ്റെ പുര, ആ ശ്രീകൃഷ്ണൻ്റെ മുമ്പിൽ മഹച്ഛത്രമൃഗാങ്കബിംബം, മഹച്ഛത്രം അതായത് ഭഗവാന്റെ ആ രഥത്തിൻ്റെ മുകളിലുള്ളതായ ഏറ്റവും വലിയ മഹത്തായിട്ടുള്ള ആ ഛത്രം, അതായത് ആദപത്രം, വെൺകൊറ്റക്കുട, ആ വെൺകൊറ്റക്കുടയാകുന്ന മൃഗാങ്കബിംബം, മൃഗാങ്കബിംബം എന്നുള്ളത് കൊണ്ട് ചന്ദ്രബിംബം എന്നർത്ഥം. അപ്പോൾ മഹച്ഛത്രം തന്നെയാണ് മൃഗാങ്കബിംബം, അതായത് ചന്ദ്രനെ പോലെ വിളങ്ങുന്നതായ ഈ വെൺകൊറ്റക്കുട കണ്ടിട്ട്. അപ്പോൾ അവിടെ ചന്ദ്രനെ പോലെ വിളങ്ങുന്നു എന്നൊക്കെ പറയണതിന് വേറെ ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട്. യാദവന്മാരുടെ സൈന്യത്തെ സമുദ്രത്തോട് ബന്ധിപ്പിച്ചാണ്, സമുദ്രത്തോട് ഉപമിച്ചാണ് വർണ്ണിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അവിടെ ചന്ദ്രനെ വർണ്ണിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് സൈന്യങ്ങൾ മുഴുവനും ഭഗവാന്റെ രഥത്തിൻ്റെ മുകളിലുള്ളതായ വെൺകൊറ്റക്കുട, ചന്ദ്രബിംബത്തെ അനുസ്മരിപ്പിക്കുന്നതായ വെൺകൊറ്റക്കുട കണ്ടിട്ട്, നല്ല വൃത്താകൃതിയിൽ വെളുത്ത ഒരു വെൺകൊറ്റക്കുട, അതാണ് വെൺ എന്നുള്ള വാക്ക് തന്നെ വെളുപ്പം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ വെൺകൊറ്റക്കുട കണ്ടപ്പോൾ, ആ വെൺകൊറ്റക്കുട തന്നെയാണ് ചന്ദ്രബിംബം, ചന്ദ്രബിംബത്തെ പോലെയുള്ളതായ വെൺകൊറ്റക്കുട കണ്ടിട്ട് എന്താണുണ്ടായത്? ദൃഷ്ട്വാ പ്രവൃദ്ധഘോഷ യദു സൈന്യസിന്ധു, ഘോഷം വർദ്ധിച്ച, അതായത് ശ്രീകൃഷ്ണനും ബലരാമനും യുദ്ധത്തിനായിട്ട് ഇറങ്ങി എന്നുള്ളതിൻ്റെ ആഹ്ലാദം കൊണ്ട് ഉറക്കെ ഒച്ചയിടുന്നവരായ, ഘോഷിച്ച് യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടവരായിട്ടുള്ള യദു സൈന്യ സിന്ധു, യദു സൈന്യമാകുന്ന കടൽ, അത്രയും യാദവന്മാരാണ് യുദ്ധത്തിനായിട്ടിപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ യദു സൈന്യമാകുന്ന സിന്ധു എന്താ ചെയ്തത്? വിപന്നാൻ ഭൂമിഭൃത വ്യലംഘയത്, വിപന്നന്മാരായ, അതായത് ശക്തി കുറഞ്ഞവരായ, തങ്ങളുടെ നേർക്ക് യുദ്ധത്തിനായിട്ട് പാഞ്ഞെടുക്കുന്നവരായിട്ടുള്ള രാജാക്കന്മാരെ, മഗധയിലെ രാജാക്കന്മാരെ അല്ലെങ്കിൽ അവിടുത്തെ ഭടന്മാരെ എല്ലാവരെയും തന്നെ ഒതുക്കിക്കളഞ്ഞു. അതാണ് അശക്താൻ ഭൂമിഭൃത. ഭൂമിഭൃത്ത് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരെന്നും അർത്ഥമുണ്ട്, പർവ്വതങ്ങളെന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ ഈ യാദവന്മാരുടെ സൈന്യം ശക്തി കുറഞ്ഞവരായിട്ടുള്ള രാജാക്കന്മാരെ, ഭടന്മാരെ തോൽപ്പിച്ചിട്ട് മുന്നേറി. വ്യലംഘയത് എന്ന് പറഞ്ഞാൽ അവരെ തോൽപ്പിച്ചിട്ട് മഗധ രാജ്യത്തിലേക്ക് അങ്ങോട്ട് കയറി. അതായത് ഇവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, യാദവന്മാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മഗധയിലെ ഭടന്മാരും രാജാക്കന്മാരൊക്കെ വന്നിരിക്കുന്നത്. അവരെ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ തുടങ്ങി യാദവന്മാരുടെ സൈന്യം എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതോടൊപ്പം തന്നെ യാദവന്മാരുടെ സൈന്യമാകുന്ന സാഗരം ഈ ഭഗവാന്റെ വെൺകൊറ്റക്കുടയാകുന്ന ചന്ദ്രബിംബത്തെ കണ്ടപ്പോൾ ഉയർന്നങ്ങോട്ട് പൊന്തി. സാധാരണയുള്ളൊരു പ്രതിഭാസമാണ് സമുദ്രത്തിന് ചന്ദ്രനെ കാണുമ്പോൾ ഒരു ആകർഷണമുണ്ട്. വേലിയേറ്റം, വേലിയിറക്കം എന്നൊക്കെ നമ്മൾ അതിന് പേരിടും.
ചന്ദ്രബിംബത്തിലേക്ക് ഉയർന്നു പൊന്താൻ, അല്ലെങ്കിൽ ചന്ദ്രബിംബം കാണുമ്പോൾ തിരമാലകൾ ഇങ്ങനെ ഉയർന്നു വരുമത്രേ സമുദ്രത്തിന്. വരുമത്രേ എന്നല്ല, അത് വരുന്നുണ്ട്. ഒരു ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിച്ചിട്ടുള്ളതായ കാര്യമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ചന്ദ്രൻ ഉദിക്കുമ്പോഴാണ് സമുദ്രത്തിന് ആകെയുള്ളൊരു തിരമാലകൾ വരവും ഉയർന്നു പൊങ്ങലും ഒക്കെ. അതുപോലെ ഭഗവാന്റെ ആഗമനത്തിൽ യാദവ സൈന്യം മുഴുവനും സമുദ്രം പോലെ ആഹ്ലാദം കൊണ്ട് ഉയർന്നു പൊന്തി അവരുടെ വീര്യം മുഴുവനും വർദ്ധിച്ചു വന്നു എന്ന് പറയാനാണ് കവി ഉദ്ദേശിക്കുന്നത്. അതുപോലെയായിരുന്നു, അതായത് ചന്ദ്രനെ കാണുമ്പോൾ എങ്ങനെയാണ് സമുദ്രം തൻ്റെ തീരത്തുള്ളതായ പാറക്കെട്ടുകളെയും പർവ്വതങ്ങളെയും ഒക്കെ അടിച്ചു നിരത്തിക്കൊണ്ട് ഉയർന്നു പൊങ്ങണത്, അതുപോലെ ഭഗവാനെ കണ്ടതോടു കൂടിയിട്ട് യാദവന്മാരുടെ യാദവ സൈന്യത്തിന് ശക്തി വർദ്ധിച്ചു എന്നർത്ഥം. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ മൃഗാംഗബിംബം എന്നുള്ളതും അതുപോലെ യദു സൈന്യ സിന്ധു എന്ന് പറഞ്ഞതൊക്കെ വ്യക്തമായിട്ടുള്ള അർത്ഥം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സിന്ധു സമുദ്രം എന്നർത്ഥം. അതുപോലെ ഭൂമിഭൃത എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഭൂമിയെ ഭരിക്കുന്നവർ എന്നുള്ളതിൽ നിന്ന് ഭൂമിയെ താങ്ങി നിർത്തുന്നത് എന്നുള്ള അർത്ഥത്തിൽ പർവ്വതങ്ങളെന്നും, ഭൂമിയെ താങ്ങി നിർത്തുന്നവർ രാജാക്കന്മാരുമാണ്. അപ്പോൾ ശക്തി കുറഞ്ഞതായ, തങ്ങൾക്ക് മുമ്പിൽ കാണുന്നതായ ശക്തി കുറഞ്ഞതായ അല്ലെങ്കിൽ ഉയരം കുറഞ്ഞതായ ഈ പാറക്കെട്ടുകളുടെ മുകളിലേക്ക് സമുദ്രം അടിച്ചു കയറുന്നത് പോലെ ഈ ശക്തി കുറഞ്ഞവരായ രാജാക്കന്മാരെ തകർത്തുകൊണ്ട് യാദവ സൈന്യം മുന്നേറി എന്ന് പറയാനാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് 88ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അചിന്തിതോദഗ്രവിപക്ഷ ശൗര്യം അനുത്ഥിത പ്രാണവിപത്തിഭീതി ദ്വയോസ്തയോരുദ്ബണമാനമൂലം ബഭൂവ യുദ്ധം ബലയോ സുഘോരം. ആദ്യം പദച്ഛേദം പറയാം. അചിന്തിതോദഗ്രവിപക്ഷ ശൗര്യം അനുത്ഥിത പ്രാണവിപത്തിഭീതി ദ്വയോഃ തയോഃ ഉദ്ബണമാനമൂലം ബഭൂവ യുദ്ധം ബലയോഃ സുഘോരം. അതായത് ഇവിടെ പറയണത് യാദവന്മാരുടെ സൈന്യവും വളരെ ശക്തമായിരുന്നു, മഗധയിലെ സൈന്യവും ശക്തിയുള്ളവരായിരുന്നു. അപ്പോൾ ആ രണ്ട് ഭീകരന്മാരായിട്ടുള്ള സൈന്യം ബലയോഃ സുഘോരം യുദ്ധം ബഭൂവ, അവർ തമ്മിൽ, ആ രണ്ട് വലിയ സൈന്യങ്ങൾ തമ്മിൽ സുഘോരം, വളരെ ഘോരമായ അതിഭീകരമായ യുദ്ധം നടന്നു. യുദ്ധം ബഭൂവ. ഇനി അവരുടെ യുദ്ധത്തെ പറ്റിയിട്ട്, ഈ രണ്ട് സൈന്യങ്ങളും തമ്മിലുള്ളതായ യുദ്ധത്തിനെ പറ്റിയിട്ടാണ് പറയണത്. ദ്വയോഃ തയോഃ ബലയോഃ, രണ്ട് ശക്തന്മാരായിട്ടുള്ള സൈന്യങ്ങൾ, ഒന്ന് യാദവ സൈന്യവും മറ്റൊന്ന് മഗധയുടെ സൈന്യവും, അവർ തമ്മിൽ അചിന്തിത ഉദഗ്ര വിപക്ഷ ശൗര്യം. അചിന്തിതം എന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ലാത്ത, ചിന്തിച്ചാൽ പോലും ഉത്തരം കിട്ടാത്തതായ, അത്രയ്ക്കധികം ഉദഗ്രമായ, വർദ്ധിച്ചതായ വിപക്ഷ ശൗര്യം. അതായത് ഒരു കൂട്ടർക്ക് ശക്തി വർദ്ധിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ മറ്റു കൂട്ടർക്കും അതുപോലെ തന്നെ ശക്തി വർദ്ധിക്കുക. അപ്പോൾ ഇവരുടെ ശക്തി വർദ്ധിക്കുമ്പോൾ മറുപക്ഷക്കാരുടെ വീണ്ടും കൂടുക. ഇങ്ങനെ പരസ്പരം ശക്തമായി കലഹിച്ചു കൊണ്ടിരിക്കുന്നതായ, അതാണ് ആ ചിന്തിത ഉദഗ്ര വിപക്ഷ ശൗര്യം. ആർക്കാണ് അതിൽ ശക്തി കൂടുതൽ, ആരുടെ പക്ഷമാണ് ശൗര്യം കൂടുതലുള്ളതെന്ന് പറയാൻ പറ്റില്ല. ഒരേപോലെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ശൗര്യത്തോടു കൂടിയവരും, അതുപോലെ അനുത്ഥിത പ്രാണവിപത്തി ഭീതി. പ്രാണവിപത്തി എന്ന് പറഞ്ഞാൽ പ്രാണൻ പോവുക, മരിക്കുക. യുദ്ധത്തിൽ ചിലപ്പോൾ പലരും മരിച്ചു എന്ന് വരും, സൈനികന്മാർക്കൊക്കെ വീരമൃത്യു വരാറുണ്ട്. അപ്പോൾ അങ്ങനെ മരിച്ചു പോവോ എന്നുള്ളൊരു പേടി രണ്ടു കൂട്ടർക്കും ഇല്ലാതെയായി. അതാണ് അനുത്ഥിത പ്രാണവിപത്തി ഭീതി. പ്രാണവിപത്തി ഭീതി, മരിച്ചു പോകുമോ എന്നുള്ള ഭയം, പ്രാണന് വിപത്ത് സംഭവിക്കുമോ എന്ന ഭീതി, അതെന്തുണ്ടായി? അനുത്ഥിതം, ഉണ്ടാവാതെയായി. ഈ യുദ്ധത്തിൽ മരിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി തങ്ങളുടെ പക്ഷം എന്ന രീതിയിൽ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നവരായ സൈനികന്മാർ, അങ്ങനെയുള്ള യുദ്ധം. അതാണ് അനുത്ഥിത പ്രാണ വിപത്തി ഭീതി ഉദ്ബണമാനമൂലം സുഘോരം യുദ്ധം ബഭൂവ. ഉദ്ബണമാനമാണ് അതിന് മൂലമായത്. ഉദ്ബണമാനം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചു നിൽക്കുന്നതായ അഭിമാനം.
മാനം എന്ന് പറഞ്ഞാൽ അഭിമാനമാണ്. ആരാണ് ഇതിൽ ജയിക്കുക എന്നുള്ളത്, ഞാനാണ് ജയിക്കേണ്ടത് എന്നുള്ളത് ഓരോ പക്ഷക്കാർക്കും തോന്നുകയാണ്. രണ്ട് പക്ഷക്കാർക്കും, അതായത് യാദവന്മാരായിട്ടുള്ള ഭടന്മാർക്കും മഗധയിലെ ഭടന്മാർക്കും തോന്നുകയാണ് അവരുടെ പക്ഷമാണ് ജയിക്കേണ്ടതെന്ന്. അതാണ് ഉദ്ബണമാനമൂലം, വർദ്ധിച്ചു വന്ന അഭിമാന പ്രശ്നം കാരണം ഒരിക്കലും തോറ്റുകൊടുക്കാൻ സന്നദ്ധമാകാത്ത രണ്ട് വലിയ സൈന്യങ്ങളും തമ്മിൽ സുഘോരം യുദ്ധം അഭൂത് അല്ലെങ്കിൽ ബഭൂവ, അതിഭീകരമായിട്ടുള്ള തുമുലം ഭയങ്കരമായിട്ടുള്ള യുദ്ധം നടക്കുകയും ചെയ്തു എന്നർത്ഥം. നമുക്ക് ഈ 2 ശ്ലോകങ്ങളും ഒന്നുകൂടിയും ചൊല്ലി നോക്കാം. യുദ്ധത്തിനെ പറ്റി തന്നെയാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. നിർജഗ്മുഷസ്തസ്യ പുരോ മുരാരേഃ ദൃഷ്ട്വാ മഹച്ഛത്രമൃഗാംഗബിംബം പ്രവൃദ്ധഘോഷോ യദു സൈന്യസിന്ധുർവ്യലംഘയത് ഭൂമിഭൃതോ വിപക്ഷാൻ അചിന്തിതോദഗ്രവിപക്ഷശൗര്യം അനുത്ഥിതപ്രാണവിപത്തിഭീതി ദ്വയോസ്തയോരുദ്ബണമാനമൂലം ബഭൂവ യുദ്ധം ബലയോ സുഘോരം. അങ്ങനെ കഠിനമായിട്ടുള്ള യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി എന്താണ് അടുത്തതായിട്ട് വരാൻ പോണതെന്നുള്ളത് അടുത്ത ശ്ലോകങ്ങളിൽ കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.